അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ കൂടിച്ചേരലിൻ്റെ ആദരണീയ അധ്യക്ഷ പ്രിയങ്കരിയായ ഷബു ദക്കരിയ, നമ്മുടെ ഈ ചടങ്ങിനെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ MGM-ന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ആദരണീയ വ്യക്തിത്വം സുഹറ മമ്പാട്, ഈ സെന്ററിന്റെ MGM സാരഥികളെ, സ്നേഹനിധികളായിട്ടുള്ള സഹോദരിമാരെ, ഒന്നിനും സമയമില്ലേ എന്ന ഒരു ക്യാപ്ഷനോടുകൂടി കുറച്ചു നേരം നിങ്ങളുമായി സംവദിക്കാൻ തൗഫീക്ക് തന്ന പടച്ചറപ്പിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇതൊക്കെ നമുക്ക് വീണ് കിട്ടിയ നിമിഷമാണെങ്കിലും ഏറ്റവും വലിയ അനുഗ്രഹവും സൗഭാഗ്യവുമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഒരുപാട് കണ്ണൂർക്കാരെയാണ് ഇവിടെ, എല്ലാ ജില്ലയിലുള്ള ആളുകളെയും പരിചയം ഉണ്ടെങ്കിലും കൂടി കണ്ണൂർക്കാരെ കാണുമ്പോൾ ഒരു വീട്ടിലുള്ള ആളുകളെ കാണുന്ന പ്രതീതിയാണ്. മാഷാ അല്ലാഹ്, വല്ലാത്തൊരു സന്തോഷം. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്കെന്നും നിലനിർത്തി തരുമാറാകട്ടെ. പൊതുവെ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു, ഈ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള, അതുപോലെ ബോട്ടിയും അതിൽ കോൾ ചെയ്യുക, ഇതൊക്കെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ പറയുന്ന വലിയൊരു പരാതിയാണ് ഒന്നിനും നേരം കിട്ടുന്നില്ല, ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന സാഹചര്യം, അന്തരീക്ഷമൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം കിട്ടേണ്ടതായിരുന്നു. കാരണം മുമ്പ് നമുക്കുള്ള ഒരു പണിയും ഇന്നെന്തില്ല, നമുക്കില്ല എന്നതാണ്. എന്നിട്ടും എന്തേ സമയം കിട്ടാത്തത്? അതിനെക്കുറിച്ച് ശരിക്കും നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു അറബി കഥ ഞാൻ എന്നും പറയാറുണ്ട്. എൻ്റെ മനസ്സിൽ അത് എനിക്ക് എന്നും ഒരു ചിന്ത നൽകുന്ന കഥയും കൂടിയാണ്. ഇത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനും ഇഷ്ടപ്പെടുകയാണ്. ആ അറബി കഥയിലെ കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ പിശുക്കനായ ഒരു മനുഷ്യനാണ്. വളരെ പിശുക്കനായതുകൊണ്ട് അദ്ദേഹം കല്യാണം കഴിച്ചില്ല. നമ്മൾ പൊതുവെ പറയല്ലോ, പെണ്ണ് കെട്ടിയ കണ്ണ് പൊട്ടി, മക്കായ തൊണ്ട മുട്ടി എന്നെല്ലാം അല്ലേ പണ്ടുള്ള ആൾ പറയും, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ പിശുക്കനായതുകൊണ്ട് കല്യാണം കഴിച്ചില്ല, ബന്ധുപുത്രാദികൾ കുടുംബവുമായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെ ജീവിക്കുന്ന ഇദ്ദേഹം ഒരു ദിവസം വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാം, അദ്ദേഹം എന്തുമാത്രം സമ്പത്ത് സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നു. അദ്ദേഹം അതിലൊന്ന് കണക്ക് കൂട്ടി നോക്കുമ്പം അദ്ദേഹത്തിന് സ്വയം ഇങ്ങനെ തോന്നുകയാണ്, ഇനി എനിക്കെങ്ങാനും പടച്ച റബ്ബ് ഒരു 100 വർഷം ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ആയുസ് മുഴുവനും നമ്മളൊരു ശൈലി ഉണ്ടല്ലോ, അടിച്ചു പൊളിച്ച് ജീവിക്കുക അല്ലെ. നീ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? അടിച്ചു പൊളിച്ചൂടെ? അതെ, 100 വർഷം ആയുസ് തന്നെങ്കിൽ തന്നെ ഞാൻ അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ തന്നെ എന്റെ സമ്പത്തിൽ നിന്ന് ഇത്തിരി അല്ലാതെ കുറഞ്ഞു പോവുകയില്ല. അതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അത്രയും അദ്ദേഹം പിശുക്കി സ്വയം ജീവിക്കാതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ്. എന്നിട്ട് അദ്ദേഹം തീരുമാനിച്ചു, ഇനി ഇങ്ങനെയാണെങ്കിൽ നാളെ പ്രഭാതം മുതൽ ഞാൻ എല്ലാവരും ജീവിക്കുന്നത് പോലെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കും എന്ന് അദ്ദേഹം തീരുമാനിക്കാം. പക്ഷേ പ്രഭാതമാവാൻ സാധിച്ചില്ല. പാതിരാ നേരത്ത് ആരോ വന്ന് അദ്ദേഹത്തിനെ മുട്ടി വിളിക്കുക. അപ്പൊ അദ്ദേഹം കണ്ണു, കാരണം പിശുക്കന്മാരാകുമ്പം അവരെ ചലനമൊക്കെ പിശുക്കത്തിലുണ്ടാവും. അദ്ദേഹം ഇങ്ങനെ മുട്ടി വിളിക്കുന്നത് അദ്ദേഹത്തിന് അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും
കണ്ണൊന്നും തുറക്കാതെ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാം, എന്റെ വീട്ടില് എന്നോട് ചോദിക്കാതെ ആരാ വന്ന് ഈ നട്ടപ്പാതിരാക്ക് എന്നെ വിളിക്കുന്നേ? എന്നിട്ട് അദ്ദേഹം ചോദിക്കും, നിങ്ങൾ ആരാ? അപ്പോ ഞാൻ മലക്കുൽ മൗത്താണ്, ഞാൻ ഇസ്രായേലാണ് എന്ന് നമ്മൾ പറയുന്നത് ഖുർആന്റെ ഭാഷയിലെ മലക്കുൽ മൗത്ത്. നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിൽ വന്ന് എന്നോട് ചോദിക്കാതെ? ഞാൻ എവിടെയും അനുവാദം ചോദിച്ചിട്ടല്ല പോകാറുള്ളത്. എന്തിനാ വന്നേ? മലക്കുൽ മൗത്ത് സാധാരണ എന്തിനാ വരാറുള്ളത്? അതിനാണ് വന്നത്. ഏയ്, എന്റെ ജീവൻ പിടിക്കാനോ പറ്റൂല. എന്റെ ജീവൻ എന്നോട് ചോദിക്കാതെ, എന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ പിടിക്കാൻ പറ്റും? പറ്റൂല. എനിക്കതിനാരുടെയും അനുവാദമൊന്നും വേണ്ട, ഞാൻ റൂഹ് പിടിച്ചേ പോകൂ. അപ്പൊ അദ്ദേഹത്തിന് കുറെ പ്രാവശ്യം അദ്ദേഹം വാശി പിടിച്ചു നോക്കി, എന്നോട് ചോദിക്കാതെ എന്റെ ജീവൻ പിടിക്കാൻ ഞാൻ അനുവദിക്കൂല, ഇറങ്ങിപ്പോയിക്കോ എന്റെ വീട്ടിൽ നിന്ന് എന്നൊക്കെ അദ്ദേഹം വാശി പിടിച്ചു നോക്കി. പക്ഷെ അവിടെയൊന്നും വിജയിക്കൂല എന്ന് കണ്ടപ്പോ പിന്നെ അദ്ദേഹത്തിന് തോന്നി, ഞാൻ വാശിയൊന്നും പിടിച്ചിട്ടൊരു കാര്യമില്ല, ഇനി ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും കാര്യങ്ങള് പൂർത്തിയാക്കലാണ് നല്ലത് എന്ന് കരുതി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ ജീവൻ പിടിക്കുകയാണെങ്കിലും, കാരണം അദ്ദേഹം ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇന്ന് വരെ അദ്ദേഹം ഒരു സാധാ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ജീവിച്ചിട്ടുമില്ല, അപ്പൊ എന്ത് ചെയ്യും? അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ എനിക്ക് കുറച്ച് കാലം ജീവിക്കാൻ അനുവാദം തരണം. നിങ്ങൾ വെറുതെ എനിക്ക് തരണ്ട, എന്റെ സമ്പത്തിൽ നിന്ന് മൂന്നിലൊരു വിഹിതം ഞാൻ താങ്കൾക്ക് തരാം, എന്നിട്ടെങ്കിലും എനിക്ക് കുറച്ച് ദിവസം താ. ഏയ്, അതൊന്നും തരാൻ പറ്റൂല. അപ്പൊ ഈ പിശുക്കനായ മനുഷ്യന് തോന്നുകയാണ്, ഇദ്ദേഹം എന്റെ ജീവൻ പിടിക്കാതെ പോകാൻ സാധ്യതയില്ല, അതുകൊണ്ട് പ്ലീസ്. വീണ്ടും അദ്ദേഹം മൂന്നാമത്, ആദ്യം പറഞ്ഞ് ഇറങ്ങിപ്പോ, കുറച്ചു കാലം എനിക്ക് ജീവിക്കാൻ താ. പിന്നെ ഇദ്ദേഹം പറയാണ്, പ്ലീസ് എനിക്ക് 2 ദിവസം തരുമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ എനിക്ക് വെറുതെ തരണ്ട, ആ 2 ദിവസം എന്റെ സമ്പത്തിൽ നിന്ന് 2 ലക്ഷം ദീനാർ തരാം, എന്നിട്ടെങ്കിലും നിങ്ങൾ എനിക്ക് 2 ദിവസം താ പ്ലീസ്. യാചിക്കാണ്, തരാൻ പറ്റൂല, ഒന്നും കിട്ടൂല എന്ന് ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോ പ്രിയമുള്ളവരെ, പിന്നെ അദ്ദേഹം അവസാനം ചോദിച്ചത് എന്താ അറിയോ? എങ്കിൽ പോട്ടെ, നിങ്ങൾ എനിക്ക് ഒരു കുറിപ്പ് എഴുതാൻ അനുവാദം തരുമോ? കുറച്ച് കാലം താ പ്ലീസ്. തരൂല. എന്റെ സമ്പത്തിൽ നിന്ന് 1/3 വിഹിതം തരാം, തരൂല. 2 ദിവസം തരുമോ? തരൂല. 2 ലക്ഷം ദീനാർ തരാം, ഇല്ല. എങ്കിൽ അങ്ങനെയൊരു കുറിപ്പ് എഴുതാൻ സമയം തരുമോ? അത് തരാം. എന്നിട്ട് പ്രിയമുള്ളവരെ, ആ പിശുക്കനായ മനുഷ്യൻ ആ കുറിപ്പിൽ എഴുതി വെച്ചത്, അല്ലയോ ജനസമൂഹമേ, 2 ലക്ഷം ദീനാറ് കൊണ്ട് 2 ദിവസം വരെ നേടാനാവാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സമയത്തിന്റെ വില അറിയണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഓരോരുത്തരും സമയത്തിന്റെ വില അറിയണം. നോക്കൂ നിങ്ങള്, അപ്പൊ ഒരു പിശുക്കൻ വരെ സമൂഹത്തിന് വലിയൊരു മെസ്സേജ്. ഒരു പിശുക്കനായ മനുഷ്യൻ. ഈ കഥയിൽ 2 പാഠം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ, എന്നോടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. 2 കഥ, ഈ കഥയിൽ നിന്ന് 2 പാഠം. ഒന്ന്, ഒരു പിശുക്കനായ മനുഷ്യൻ വരെ സമൂഹത്തിന് വലിയൊരു മെസ്സേജ് നൽകിയിട്ടാണ് പോയത്. എന്റെ ജീവിതം കൊണ്ട് എനിക്കെന്ത് ബെനിഫിറ്റ് ഉണ്ടായി, എനിക്കെന്ത് നേട്ടമുണ്ടായി, എന്റെ സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടായി എന്നെ കൊണ്ട്. നമ്മൾ ചിന്തിക്കണം. ഒരു പിശുക്കൻ വരെ ലോകത്തിന് നല്ലൊരു മെസ്സേജ് നൽകിയിട്ട് പോയില്ലേ? സമൂഹമേ, നിങ്ങൾ അറിയണം സമയത്തിന്റെ വില. അപ്പൊ നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കുക, എന്റെ ജീവിതം കൊണ്ട് എനിക്കെന്ത് നേട്ടമുണ്ടായി, എന്റെ സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടായി എന്ന ഒരു ചിന്ത. നമ്പർ 2, സമയം. നമുക്കൊരാൾക്കും അത് കഴിഞ്ഞു പോയത് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല. നോക്കൂ നിങ്ങള്, ഒരു ദിവസം 600 സെക്കൻഡുകളാണ്. 1440 മിനിറ്റുകളാണ് ഒരു ദിവസം. 8600 സെക്കൻഡും 1440 മിനിറ്റും. ഇത് രണ്ടും കൂട്ടിയിട്ട് നമ്മുടെ ജീവിതം ഒരു ദിവസമാണല്ലോ. അപ്പൊ നമ്മുടെ ജീവിതം ഒരു ബാങ്ക് അക്കൗണ്ട് ആയിട്ട് കണക്കാക്കുക. നമ്മുടെ ജീവിതം ഒരു ബാങ്ക് അക്കൗണ്ട് ആയിട്ട് കണക്കാക്കുക. എന്നിട്ട് ഒരു ദിവസം നമുക്ക് കിട്ടുന്ന സമയം
അതൊരു പണമായി കണക്ക് കൂട്ടുക. കണക്ക് കൂട്ടുമ്പം ഈ 8600-ഉം 1440-ഉം ഒരു 9000 ചില്ലാനം വരും. ഇത്രയും പൈസയാണ് ഒരു ദിവസം നമ്മൾ നേടുന്നത് എങ്കിൽ എന്റെയും നിങ്ങളുടെയും സമയത്തെ അനാവശ്യമായി ഒന്നും ചിന്തിക്കാതെ എങ്ങനെയെങ്കിലും നമ്മൾ നശിപ്പിക്കുകയോ കളഞ്ഞു കുളിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരു ദിവസം എത്രമാത്രം നഷ്ടമാണ് ഉണ്ടാകുന്നത് എന്നതാണ് മറ്റൊന്ന് ആര് ചിന്തിക്കേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ടത്. പൈസയാകുമ്പോൾ നമ്മൾ കണക്കൂട്ടുമല്ലോ. 8600 റുപ്പികയും 1440 മിനിറ്റുകളാകുന്ന ഈ സെക്കൻഡും മിനിറ്റും പരസ്പരം കൂട്ടിയാൽ കിട്ടുന്ന എമൗണ്ട് ഒരു ദിവസം നമ്മൾ ആരെങ്കിലും പ്രിയമുള്ളവരെ നഷ്ടപ്പെടുത്തുമോ? അത് പണമായിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എങ്കിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരു അക്കൗണ്ടായി കണക്കാക്കാൻ ആർക്ക് സാധിക്കണം? അപ്പോഴാണ് ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ ഈ ഒരു ജനുവരി 2-ാം തീയതി എന്റെ ജീവിതത്തിൽ എന്ത് നേട്ടം എനിക്കുണ്ടായി, ഞാനത് ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട് എന്നതിന് അടയാളമായി എനിക്കെന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചിന്തിക്കണം. നോക്കൂ നിങ്ങളെ, നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എത്ര വർഷം വരും? പറയൂ അല്ലെ? 950. അത് അറിയാത്ത ഒരാളില്ല. ഇത്ര കാലം ജീവിച്ചു. അത്രയും കാലം അദ്ദേഹം എന്ത് ചെയ്തു? 1000 വർഷം ജീവിച്ചു. 950 വർഷക്കാലം അദ്ദേഹം എന്ത് തന്നെ നടത്തി? ദഅവത്ത് നടത്തി, പ്രബോധനം നടത്തി. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ഈ 950 വർഷക്കാലം ദഅവത്ത് നടത്തി 1000-ലധികം വർഷം ജീവിച്ച ആ വ്യക്തിയോട് ദുനിയാവിനെ കുറിച്ച് ചോദിക്കുകയാ, താങ്കൾക്ക് എന്താണ് ദുനിയാവിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പ്രിയമുള്ളവരെ അദ്ദേഹം എന്താ നൽകിയ മറുപടി? ഒരു വീടിന്റെ 2 കവാടം പോലെ. എന്താ പറഞ്ഞത്? ഒരു വീടിന്റെ 2 കവാടം പോലെ. ഒരു കവാടത്തിലൂടെ കയറി മറ്റേ കവാടത്തിലൂടെ ഇതാ ഇറങ്ങിയിരിക്കുന്നു. ഇത്രയും കാലം ജീവിച്ച മനുഷ്യനും ദുനിയാവ് എന്തായിട്ടാ തോന്നുന്നത്? ഒരു വീടിന്റെ 2 കവാടം പോലെ. അതിലങ്ങ് കയറി മറ്റേതിലൂടെ ഇറങ്ങി. നമ്മളും ഇനി എത്ര കാലം ദുനിയാവിൽ ജീവിച്ചാലും പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് തോന്നുന്നത് എത്ര കാലം ജീവിച്ചാലും ഏതിനെ കുറിച്ച് തോന്നുകയുള്ളൂ? ദുനിയാവിനെ കുറിച്ച് തോന്നുകയുള്ളൂ. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട്, ഇതൊക്കെ നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച വാക്കുകളെ, ഏ മനുഷ്യ, നിങ്ങളുടെ മുന്നിൽ 3 ദിനം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മുന്നിൽ 3 ദിനം മാത്രമേ ഉള്ളൂ. അതിൽ ഇന്നലെ എന്നത് കഴിഞ്ഞു, ഒരു സംശയമില്ല. നാളെ എന്നത് നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് കിട്ടുമെന്ന് ഒരാൾക്കും അറിയില്ല. ഇന്നലെ കഴിഞ്ഞു, നാളെ കിട്ടുമെന്നറിയില്ല. ഇന്നത്തെ ഈ ഒരു ദിനം, ഇത് മാത്രമാണ് ആരെ മുന്നിലുള്ളത്? നമ്മുടെ മുന്നിലുള്ളത്. നോക്കൂ പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ ഇന്നത്തെ കാലം, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളുമായി സംസാരിക്കുമ്പോഴും സ്ത്രീകളുമായി ഇടപെടലുകൾ നടത്തുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഒരു സംഗതി എന്താ ചോദിച്ചാൽ, എല്ലാവരും വല്ലാത്തൊരു ടെൻഷനില്ല, ആബ്സെന്റ് മൈൻഡാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ചിന്ത എന്താണ്? എന്താവും കേട്ടോ. എവിടെയാ നമ്മളൊരു ഫ്രീ ആയി, ഒരു റിലാക്സ് ആയി, ഒന്നും ചിന്തിക്കാതെ ആ ഇരിക്കുന്നിടത്ത് തന്നെ 100% നമ്മുടെ ശരീരവും മനസ്സും ഇരുന്നു കൊണ്ട് ഒന്നിച്ച് ഇരിക്കാൻ സ്ത്രീകൾക്ക് സാധിക്കാറേയില്ല. ആൻസൈറ്റി എന്ന് പറയും, ആശങ്ക. അതൊരു തരം സൈക്കാട്രിയിലേക്ക് എത്തും ആളുകള്. എന്താണ്? എന്താവും. നമ്മൾ ചിന്തിച്ചു എന്നതുകൊണ്ട് നമുക്കെന്തെങ്കിലും അള്ളാഹു കണക്കാക്കിയത് സംഭവിക്കാതിരിക്കുമോ? ഇതാര് പഠിപ്പിച്ചതാ? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതല്ലേ. അള്ളാഹു കണക്കാക്കിയത് എന്തോ അവനത് ചെയ്യും. അള്ളാഹിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാ. ബാക്കി ഞാൻ പറയേണ്ട, നമുക്കറിയാം. അള്ളാഹു നൽകിയതിനെ തടയുന്നവൻ ആരുമില്ല. അള്ളാഹു തടഞ്ഞതിനെ നൽകുന്നവനും ആരുമില്ല. അള്ളാഹുമ്മലായ തീന, ദുശഗുണം പോലെയുള്ള അങ്ങനെയുള്ള സമയത്തൊക്കെ അള്ളാഹിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണിത്.
അല്ലാഹുമ്മ ലാ യഅതീനാ ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഹബു ബിസ്സിയ്യഅതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നന്മ നീയല്ലാതെ നൽകൂല, തിന്മ നീയല്ലാതെ പോക്കിക്കളയുകയില്ല, ഇല്ലാതാക്കുകയില്ല. നിന്നെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും മുക്തിയുമില്ല. ഇതിൽ നിന്നൊക്കെ പ്രിയമുള്ളവരെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നേ? അള്ളാഹു കണക്കാക്കിയത് എന്തായാലും സംഭവിക്കും. നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം, പടച്ച റബ്ബേ, താങ്ങാവുന്നതിലപ്പുറത്തുള്ളത് നീ നമുക്ക് നൽകല്ല തമ്പുരാനെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് ഉമ്മമാരുടെ മാതൃഹൃദയത്തിന്റെ പ്രാർത്ഥനയൊന്നും അള്ളാഹു എന്ത് ചെയ്യൂല, തട്ടിക്കളയൂല. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ഉമ്മത്തിന് വേണ്ടി സമാധാനമുള്ള, അല്ലെ, അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹംനാ, എന്തൊക്കെ പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് പഠിപ്പിച്ചു. നമ്മോട് കരുണ കാണിക്കാത്ത ആളുകളുടെ കരങ്ങളിൽ നാഥാ നമ്മുടെ രാജ്യത്തിന്റെ ഭരണം വരെ നീ ഏൽപ്പിക്കലേ തമ്പുരാനെ. ആലോചിച്ച് നോക്കൂ. അപ്പോ നമുക്കിവിടെ ഒരു നല്ല ഭരണം ഉണ്ടാകാൻ, നമുക്കിവിടെ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ, സുരക്ഷിതമായ സമാധാനമുള്ള ഒരു രാജ്യം, ഒരു നാട്, ഒരു അന്തരീക്ഷം, ഒരു ഉമ്മത്ത്, ഇതൊക്കെ നമുക്കുണ്ടാവാൻ, ഇതിനൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ എന്താകും എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം എൻ്റെ മുന്നിലുള്ള ഇന്നത്തെ ഈ ഒരു ദിനം ഞാൻ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് സമാധാനിക്കാൻ നമ്മുടെ ഈ ഒരു നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ എന്ത് വേണം? അള്ളാഹുവിന്റെ ഓർമ്മയിലും അള്ളാഹുവിന്റെ ദിക്റുകൾ ഉരുവിട്ടുകൊണ്ട് രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്ക് സാധിക്കണം? നമുക്ക് സാധിക്കണം. നോക്കൂ നിങ്ങളെ, ഒരു മനുഷ്യൻ ഹോസ്പിറ്റലില് ഒരു പിതാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ പിതാവിനെ ICUവിൽ നിന്ന് പരിചരിച്ച ഒരു നേഴ്സ്, ഒരു സിസ്റ്റർ. ആ നേഴ്സ് വൈകുന്നേരമായി ഈ ഉപ്പാന്റെ അടുത്തിരുന്ന് ഇങ്ങനെ പരിചരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ നേഴ്സിന് തോന്നുകയാണ് ഈ പിതാവിന്റെ നില വഷളായിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന്. ആ നേഴ്സ് പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു മകനോട് പറയാം, നിങ്ങൾ ഓടിവാ, നിങ്ങൾ ഇവിടെ നിൽക്കട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ നേഴ്സ് പോവുകയാണ്. ഡോക്ടറെ വിളിക്കണം. ഈ പിതാവിനെ ഇന്നലെയും മിഞ്ഞാന്നും പരിചരിച്ച സിസ്റ്റർ, മറ്റുള്ള ഡോക്ടേഴ്സ് ഒക്കെ വേണം. നില വഷളാകുകയാണ്. എന്താണ് സംഭവിക്കുക എന്നറിയില്ല. ഈ നേഴ്സ് ഓടിപ്പോയി ഡോക്ടറൊക്കെ കൂട്ടി വരുമ്പോഴേക്കും ഈ മകനാണെങ്കിൽ, നേഴ്സ് വിളിച്ചു വന്ന മകൻ ഈ പിതാവിൻ്റെ അടുത്ത് നിന്ന് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നുണ്ട്, ചൊല്ലിക്കൊടുക്കുന്നുണ്ട്, കൈകാലുകൾ തടവി കൊടുക്കുന്നുണ്ട്, ആശ്വാസം നൽകുന്നുണ്ട്, സമാധാനം നൽകുന്നുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ പിതാവ് മരണപ്പെട്ടു. അപ്പോഴേക്കും ഓടിപ്പോയ നേഴ്സും ഡോക്ടേഴ്സൊക്കെ പിതാവിൻ്റെ അടുത്ത് വന്നു. മരണപ്പെട്ടത് കാണുകയാണ്. അവർ ചുറ്റും നിന്ന് ഈ പിതാവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ നേഴ്സ് വിളിച്ചു വന്ന് അവസാന വെള്ളം കൊടുത്ത് തടവിക്കൊടുത്ത് ആശ്വാസവും സമാധാനവും നൽകിയ അയാൾ ഈ നേഴ്സിനോട് ചോദിക്കുകയാണ്, പ്രിയമുള്ളവരെ, ഇയാൾ ആരാണ്? ഈ കിടക്കുന്ന മരണപ്പെട്ട വ്യക്തി ആരാണ് എന്ന് ചോദിച്ച സമയത്ത് ആ നേഴ്സ് അമ്പരപ്പോടുകൂടി തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ ഇയാളുടെ മകനായിരുന്നില്ലേ? നിങ്ങൾ ഇയാളുടെ മകനായിരുന്നില്ലേ? അപ്പാ മകൻ എന്ന് വിചാരിച്ച് അദ്ദേഹം പറയുകയാണ്, ആ യുവാവ് പറയുകയാണ്, ഏയ്, എന്റെ പിതാവ് അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത്. എന്റെ പിതാവ് അപ്പുറത്തെ റൂമിലാണ്. വീണ്ടും അത്ഭുതത്തോടു കൂടി ആ യുവാവ് ആ നേഴ്സിനോട് ചോദിക്കുകയാണ്, അപ്പൊ പിന്നെ ഞാൻ വിളിച്ചപ്പോൾ താങ്കൾ എന്തേ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ വിളിച്ചപ്പോൾ താങ്കൾ എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു? ഉടനെ ആ യുവാവ് പറയുകയാണ്, പ്രിയമുള്ളവരെ, എന്റെ സാന്നിധ്യം
ഇവിടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. നിങ്ങൾ എന്നെ വിളിച്ച സമയത്ത് എന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആ നേഴ്സ് ഇങ്ങനെ യുവാവിന്റെ മുന്നിൽ ഇങ്ങനെ കൈകൂപ്പി നിന്നിട്ട് പറയാണ്, നിങ്ങൾ ഞാൻ വിളിച്ചപ്പോ വന്നല്ല, ആരുമല്ലാഞ്ഞിട്ടും, അതാണ് ആരുമല്ലാതിരുന്നിട്ടും ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ വന്നില്ലേ. നോക്കൂ പ്രിയമുള്ളവരെ, നമ്മുടെ ആയുസ്, നമ്മുടെ സമയം, നമ്മുടെ ഇന്നത്തെ ഒരു ദിനം നാളെ കിട്ടുമോ നമുക്കൊരാൾക്കും അറിയില്ല. ഇന്നത്തെ ഒരു ദിനം, ഈ അടുത്ത് ഒരു തൊട്ടടുത്ത് കുറച്ച് 2-3 വീട് അപ്പുറത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചു. ആര് എന്നൊന്നും ആരും പറയുന്നില്ല, ഒരാൾ മരിച്ചു. അപ്പൊ എല്ലാവർക്കും അറിയാം അവിടുന്ന് ആരാ മരിക്കാനുള്ളത്. അവിടെ കുറെ കാലങ്ങളായി കിടക്കയിൽ കിടക്കുന്ന ഒരു ഉമ്മ ഉണ്ട്. അവിടുന്ന് ആ ഉമ്മയാണ് മരിക്കുക. ഒരാണ് മരിച്ചത്. അതൊരു ഞായറാഴ്ച ദിവസമാണ്. ആ ഞായറാഴ്ച ദിവസം വീട്ടില് ഉച്ച സമയമാണ്, ഭക്ഷണത്തിന്റെ സമയമാണ്. ഭർത്താക്കന്മാര് വീട്ടിലുള്ളവരുണ്ട്, മക്കൾ സ്കൂളില്ലാത്തത് കൊണ്ട് വീട്ടിലുണ്ട്. അപ്പൊ അവിടുന്നാ മരിച്ചത്. മക്കൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ, ഭർത്താവിന് ഭക്ഷണം കൊടുക്കട്ടെ, ളുഹ്ർ നിസ്കരിക്കട്ടെ, എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയി നോക്കാം എന്ന് കരുതിയ ഒരുപാട് അയൽവാസികളെ അവര് മക്കൾക്ക് ഭക്ഷണം കൊടുത്തു, ഭർത്താവിന് ഭക്ഷണം കൊടുത്തു. അവരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി മരിച്ച വീട്ടിലേക്ക് കയറി പോകുന്ന സമയത്ത്, പ്രിയമുള്ളവരെ, അവിടെ കയറി പോകുമ്പോഴാണ് സാധാരണ പതിവ് പോലെ കയറി പോകുന്ന സമയത്ത് കയറി ഇപ്പുറത്തെ റൂമിലേക്ക് നോക്കുമ്പോൾ അവിടെ കിടക്കുന്ന പ്രായമായ ഉമ്മ ഉണ്ടല്ലോ, ആ കട്ടിലിൽ തന്നെ കിടക്കുന്നുണ്ട് ജീവനോടെ. ആരാണ് റബ്ബേ ഈ മരിച്ചു കിടക്കുന്നത്? നമ്മളൊക്കെ വിചാരിച്ചത് ഒരുപാട് കാലമായി കിടക്കയിൽ കിടക്കുന്ന ആ വീട്ടിലുള്ള വയസ്സായ ഉമ്മയാണ് മരിച്ചിട്ടുള്ളത് എന്നായിരുന്നു. പക്ഷേ ആ ഉമ്മ കിടക്കയിൽ തന്നെ വല്ലാത്തൊരു വേദനയുടെ മുഖത്തോടു കൂടി പോകുന്ന ആളുകളൊക്കെ നോക്കിയിട്ട് കണ്ണീരോടുകൂടി വല്ലാത്തൊരു വേദനയിൽ അവിടെ കിടക്കുന്നുണ്ട്. ആരാ? ആ മുഖത്തിട്ട തുണി ഒന്ന് പൊക്കി നോക്കിയപ്പോഴാണ് കണ്ടത്, പ്രിയമുള്ളവരെ, ഈ ഉമ്മയുടെ ഇളയ മകൾ, 48 വയസ്സുള്ള 4 കുഞ്ഞു പൈത, 2 വയസ്സുള്ള കുട്ടിയുടെ ഉമ്മയായ ആ വീട്ടിലെ ഈ കിടപ്പിലായ ഉമ്മയെ അടക്കം പരിചരിക്കുന്ന 4 പൈതം മക്കളുടെ ഉമ്മയാണ്, അതും 48 വയസ്സുള്ള സഹോദരിയാണ് മരിച്ചു കിടന്നത് എന്ന്. ഞാനൊക്കെ ആ വീട്ടിൽ പോയ സമയത്ത് അയൽവാസികൾ എന്നോട് പറയാ, ടീച്ചറെ ഇങ്ങനൊരു മരണോ? ഞാൻ അവരോട് പറയരുത് ഞാൻ ഇങ്ങനെ ആക്കിയത്. അവര് പറയാ, രാവിലെ എഴുന്നേറ്റിട്ട് വളപ്പടിച്ചു വാരി അലക്കി ഓടിച്ചാടി 12 മണിക്ക് എന്റെ വീട്ടുമുറ്റത്ത് നിന്ന് കളിക്കുന്ന 3 മക്കള്. ഒന്ന് കുഞ്ഞ് 2 വയസ്സുള്ള കുട്ടിയാ, ബാക്കിയുള്ളത് 4 വയസ്സുള്ള ഒരു കുട്ടി, 8 വയസ്സുള്ള മറ്റൊരു കുട്ടി, 11 വയസ്സുള്ള മൂത്ത കുട്ടി. ഇവര് 3 ആള് തൊട്ടടുത്ത വീട്ടിലെ മുറ്റത്തുനിന്ന് കളിക്കുക. ഈ 3 ആള് കളിക്കുന്ന സമയത്തുണ്ട് പോലും ഇവള് 12:30 മണിക്ക് വന്നിട്ട് വാ മക്കളെ. അപ്പോ ഈ വീട്ടിലുള്ള എന്നെ പരിചയമുള്ള കുടുംബനാഥ് ചോദിച്ചോലോ, നീ എന്തിനാ ഇപ്പോഴേ കുട്ടികളെ കൊണ്ടുവന്ന് കുറച്ചുകൂടി കളിച്ചോട്ടല്ലേ? ഏയ്, ഉമ്മാക്ക് എന്തോ വയ്യ, ഉമ്മക്ക് ഇടക്കിടക്ക് വയ്യാറാവാറുണ്ട്. അപ്പോഴൊക്കെ ഇവര് അയൽവാസികൾ വിചാരിക്കും സക്കറാത്തായി പോവോ. അവരൊക്കെ പോവാറുണ്ട്, വെള്ളം കൊടുക്കാറുണ്ട്. ഉമ്മാക്ക് എന്തോ വയ്യ, ഉമ്മാക്ക് എന്തെങ്കിലും ആയിപ്പോയാ എൻ്റെ മക്കള് പാവല്ലേ. അതിൻ്റെ ഒന്നും ഇടയിൽ എൻ്റെ മക്കൾക്ക് പക്ഷെ ഇതാണൊരു ഉമ്മ. എൻ്റെ മക്കൾക്ക്, എൻ്റെ ഉമ്മ മരിച്ചു പോയാൽ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനോ എൻ്റെ മക്കളെ നോക്കാൻ ആരുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ഞാൻ വേഗം ചോറ് കൊടുക്കട്ടെ. അങ്ങനെ 12:30 പോയി ചോറ് വിളമ്പി കൊടുക്കുകയും മക്കളെ തിന്നിപ്പിക്കുകയും എന്നിട്ട് ഉമ്മാനെ ഭക്ഷണം കൊടുക്കുകയും അവള് ഭക്ഷണം കഴിക്കുകയും ഒക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് ഉമ്മ എന്തോ വയ്യ പറയുന്നു, ക്ഷീണാവുന്നു, അവിടെ തന്നെ മരിക്കുന്നു. 12:30 മണിക്ക് അടുത്ത വീട്ടിലെ മുറ്റത്ത് വന്ന് മക്കളെ വിളിച്ചു കൊണ്ടുപോയ സഹോദരി, പ്രിയമുള്ളവരെ, 1.5 വയസ്സാകുമ്പോഴേക്കും പടച്ചോനെ നീ കാക്ക് തമ്പുരാനെ. അതാണ് ഇന്ന്. ഇന്നലെ കഴിഞ്ഞറിയ, ഇത് കഴിഞ്ഞു പോയ സമയത്തിനെ കുറിച്ച് എന്ത് നഷ്ടമാണ് അല്ലെങ്കിൽ അതൊന്നും ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതൊന്നും ഇനി നമുക്കൊരാൾക്കും തിരിച്ചു കിട്ടൂല. കിട്ടാനുള്ളത് നാളെ നമുക്കറിയില്ല. അപ്പോൾ ഇന്ന് എന്ന ഈ ഒരു നിമിഷം എന്റെ സാന്നിധ്യം, പ്രിയമുള്ളവരെ, എവിടെയൊക്കെ ആവശ്യമുണ്ടോ
എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെ ഞാൻ ഉണ്ടാവുക എന്നതാണ്. എന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുക, ഉണ്ടാക്കുക എന്നതാണ് ആര് തീരുമാനിക്കേണ്ടത്? നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇന്നിപ്പോ ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്, എന്നും പോവാറുണ്ട്. കുട്ടിക്ക് വെക്കേഷൻ അല്ലേ, ഇന്നലെ പുറത്തു പോയി വന്നതല്ലേ, അത് റെക്കോർഡ് ചെയ്യുമല്ലോ. റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴും കേൾക്കാം. പക്ഷെ ഈ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഇരുന്ന് റഹ്മത്തിന്റെ മലായിക്കകൾ വട്ടം കറങ്ങുന്ന, അതിനു വേണ്ടി ഒരു ഖുർആൻ ക്ലാസ്സിലൊക്കെ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഗൾഫ് നാട്ടിൽ നിന്നെല്ലാം വരുമ്പോണ്ടല്ലോ, ഒരു വ്യാഴാഴ്ച രാവിലെ അല്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ച രാവിലെ ഒരു 10 മണിക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണം എന്ന് പറയുമ്പോ അതൊരു ഉംറയ്ക്ക് ഇഹ്റാം കിട്ടുന്ന അത്രയും ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ നിന്ന് അത്ര ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഇവിടുന്ന്, കാരണം ആണുങ്ങന്മാര് ഡ്യൂട്ടിക്ക് പോകും, അവരാണെങ്കിൽ എന്നും ഡ്യൂട്ടി, മറ്റു കാര്യങ്ങൾ, അതിന്റെ തിരക്ക്, പിന്നെ കുറെ ലേഡീസും എല്ലാവരും ഇപ്പൊ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ എല്ലാവരും അവരവരെ കാര്യം നോക്കുക. പിന്നെ നമ്മളെ നാട്ടിലുള്ള പോലത്തെ ബസ്, ലൈൻ ബസ് ഒന്നും അത്രയും അങ്ങനെ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നില്ല. പിന്നെ ഓട്ടോ സിസ്റ്റം, മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കൊക്കെ നാട്ടിൽ മാഷാ അല്ലാഹ് സ്വർഗ്ഗാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോഴേ ഇവർക്ക് ഗൾഫ് എന്താണെന്നറിയാം. അവിടെയുള്ള പെണ്ണുങ്ങന്മാരിൽ ഇങ്ങനെ ഗൾഫുകാരെ ഭർത്താക്കന്മാരെ ഭാര്യമാരിൽ നോക്കിയിട്ട് ഇങ്ങനെ കുശുമ്പ് കാട്ടിക്കൂട്ടുന്ന കുറെ പെണ്ണുങ്ങന്മാരെ കൊണ്ടുവന്ന് എല്ലിനൊന്ന് കൊണ്ടുവന്ന് ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. ഇവരുടെ കത്തലില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഞാൻ ഓർത്തി നാട്ടിൽ നിന്ന് 3 വട്ടം തിന്നേണ്ട സമയമായി. ഉള്ള കഥ പറയാലോ. രാവിലെ എണീച്ചൊരു കട്ടൻ ചായയും ബിസ്ക്കറ്റോ ഒരു തരിയുണ്ടിയോ ഇതെല്ലാം കൂടി തിന്ന് കുറച്ച് കഴിയുമ്പോ ഇവിടെ എന്താ മനുഷ്യന്മാര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് ചോദിച്ചാൽ പറ്റും കഴിച്ചിട്ടുണ്ടാകും ഒറ്റൊന്ന്. ഇവിടെ അതൊന്നുമില്ല. ഒരു നേരം തിന്നിട്ട് 3 നേരം ജീവിക്കല്. എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് അവർക്ക് അസൂയോ. അതാ എനിക്ക് തീരെ തിരിയാത്ത. അള്ളാഹു കാക്കട്ടെ. അപ്പൊ നമ്മൾ ഈ ഒരു ഇറക്കുണ്ടല്ലോ പ്രിയമുള്ളവരെ, ഒരു ഉംറയ്ക്ക് ഇഹ്റാം കെട്ടി ഇറങ്ങുന്നത് പോലെ ഇറങ്ങുന്ന ഇറക്കം. ഇവിടുന്ന് നമ്മൾ ഇങ്ങനെയുള്ള സദസ്സിലെല്ലാം ഇരിക്കുമ്പോൾ റഹ്മത്തിന്റെ മലായിക്കകൾ പ്രാർത്ഥിക്കുന്നേ. കിടന്നുറങ്ങിയിട്ട് എന്താ കിട്ടുക? ചിന്തിക്കണം. നമ്മളെ കിടന്നുറങ്ങിയിട്ട് എന്താ കിട്ടുക? ഈ ചിന്ത എന്തിനാ ഖുർആൻ അള്ളാഹു ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നില്ലേ? നിങ്ങൾ എന്തേ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ഒറ്റ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ കേൾക്കുന്നില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്, അഫലായ അഖിലൂൻ യതഫക്കറൂൻ. ഇങ്ങനെ അല്ല ചോദിക്കുക. an idle brain is the devil's workshop എന്നാ പറയുന്നത്. അലസമായിരിക്കുന്ന ബുദ്ധി ഉണ്ടല്ലോ പിശാചിന്റെ പണിപ്പുരയാണ്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കണം. ആ ചിന്ത നമ്മൾ എന്ത് ചെയ്യും? ഉണർന്നോടാൻ നമുക്ക് പറ്റണം. പഠിച്ചോനെ, ഇന്ന് ഞാൻ നേടിയത്, ഇന്ന് നാളെ എന്താ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ സൂചിപ്പിച്ചല്ലോ, എനിക്ക് വല്ലാത്ത എൻ്റെ മനസ്സൊന്നും പോന്നേയില്ല. ഞാനിങ്ങനെ ദിവസം കാത്തിക്കുക, എങ്ങനെയൊന്ന് 7-ാം തീയതി ആയി കിട്ടണം എനിക്ക് ആ മോൻ എൻ്റെ മുന്നിൽ വരാൻ. 18 വയസ്സുള്ള മോനാണ് പ്രിയമുള്ളവരെ. എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുന്ന, ടീച്ചറെ എനിക്കൊന്ന് നിങ്ങളെ കാണണം. പക്ഷെ എനിക്കെന്തോ ആ കുട്ടി ഫോൺ ചെയ്ത് വിളിക്കുമ്പോൾ തന്നെ എനിക്കെന്താ എൻ്റെ ഒരു മോൻ വിളിച്ച പോലെ. മോനെ, ഞാൻ ഇന്ന് ഓഫീസിൽ ഉണ്ടാവില്ല. അവൻ വന്ന് കണ്ണൂർ കോർപ്പറേഷന്റെ എൻ്റെ റൂമിന്റെ പുറത്ത് വന്നിട്ടാണ് അവൻ വിളിക്കുന്നത്. എൻ്റെ റൂം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്നില്ല, നീ നാളെ 11:30 മണിക്ക് ഓഫീസിൽ വന്നാൽ ഞാൻ അവിടെ ഉണ്ടാവും. ആ മോൻ വന്നിട്ട് എന്താ പറഞ്ഞറിയാം? എനിക്ക് 3 വയസ്സുള്ള സമയത്ത് ഞങ്ങൾ 2 മക്കളാണ് ടീച്ചറെ. എനിക്ക് 18 വയസ്സാണ്. എൻ്റെ താത്താക്ക് 21 വയസ്സാണ്. എനിക്ക് 3 വയസ്സുള്ളപ്പോ എൻ്റെ ഉപ്പ മരിച്ചു. ഉപ്പ മരിക്കുന്ന സമയത്തും എൻ്റെ ഉപ്പ ഉമ്മാനെ കല്യാണം കഴിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് എൻ്റെ ഉപ്പാക്ക് വീടില്ലായിരുന്നു. ഞങ്ങൾ വാടക വീട്ടിലാണ് എൻ്റെ ഉപ്പ ഉമ്മാനെ കൊണ്ടുവന്നത്. അന്നു മുതൽ ഞങ്ങൾ വാടക വീട്ടിലാണ്. വാടക വീട്ടിൽ താമസിക്കുന്ന ഉപ്പ മരണപ്പെട്ട എൻ്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്നെ പഠിപ്പിച്ചു, വാടക കൊടുത്തു. 6 മാസമായി എൻ്റെ ഉമ്മ കുഴഞ്ഞു വീണ് മരിച്ചിട്ട്. എൻ്റെ 21 വയസ്സുള്ള പെങ്ങള് ഓട്ടിസം ബാധിച്ച ജന്മന, അവൾ ഓട്ടിസം ബാധിച്ച കുട്ടിയാ. നടക്കാനൊക്കെ ബുദ്ധിമുട്ടാ. പക്ഷെ ഉമ്മ ഒരുപാട് ചികിത്സിച്ച് അത്യാവശ്യം നടക്കാൻ, എന്തെങ്കിലും പറയാനും എന്തെങ്കിലുമൊക്കെ അവൾ ചെയ്യും. ഉമ്മ മരിച്ചിട്ട് എനക്ക് എൻ്റെ ആങ്ങളെയും എൻ്റെ പെങ്ങളും അവൾക്ക് ഞാനും, അങ്ങനെ നമ്മൾ ജീവിക്കുക. ഒരു ദിവസം അയൽപ്പക്കത്തുള്ള ആള് വിളിച്ചിട്ട് ഞാൻ ഓടി വരുമ്പോ കാണുന്ന കാഴ്ച, എൻ്റെ പെങ്ങള് തളർന്ന് അബോധാവസ്ഥയിൽ കിടക്കുന്നതാ.
അവള് മുറ്റത്ത് നലക്കുന്ന സമയത്ത് തലക്ക് തേങ്ങ വീണിട്ട് കിടപ്പിലായി. ഊട്ടി സമ്പാദിച്ച കുട്ടിയാ. തലക്ക് തേങ്ങ വീണിട്ട് കിടപ്പിലുമായി. ഇപ്പൊ 1 മാസമായി ടീച്ചറെ, 3 മാസമായി 6 മാസമായി ഉമ്മ മരിച്ചിട്ട് 3 മാസം കഴിഞ്ഞപ്പോഴാണ് തലക്ക് തേങ്ങ വീണ് നടക്കുന്ന ഊട്ടി സമ്പാദിച്ച പെങ്ങൾ കിടപ്പിലായത്. ഇപ്പൊ 1 മാസമായി ടീച്ചറെ. കിടന്ന കിടക്കയിലാണെങ്കിലും അവള് മെന്റലായിന്ന്. അവൾക്ക് എന്നെ മനസ്സിലാവുന്നില്ല. കരയാണ്. 18 വയസ്സുള്ള ഒരു ആൺകുട്ടി വന്നിട്ട് പെണ്ണ് കരയുന്നത് പോലെ എൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞപ്പോണ്ടല്ലോ, ഞാൻ ഓരോ ശ്വാസത്തിലും പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അൽഹംദുലില്ലാ, ഇതിന് സമാനമായ പലതും എനിക്കും നിങ്ങൾക്കും അള്ളാഹു തരും. നാഥ, നീ നമുക്കതിനൊക്കെ സമാധാനം താ തമ്പുരാനെ, പരിഹാരം താ റബ്ബേ. വലിയ പരീക്ഷണങ്ങളെ നീ നൽകല്ല തമ്പുരാനെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. ഇത് അവക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതൊന്നും നമ്മളെ മറക്കാതെ പ്രാർത്ഥിക്കുക. ജഹ്ദുൽ ബലാ, വലിയ പരീക്ഷണങ്ങൾ ഒക്കെ നമുക്ക് ഉണ്ടാകും, ഇല്ല എന്നല്ല. പക്ഷെ ആ ഒരാണ് ഉമ്മയില്ല. അള്ളാഹു നൽകിയത് പ്രിയമുള്ളവരെ ഒരൊറ്റ പെങ്ങൾ. ആ പെങ്ങളാണെങ്കിൽ ഓട്ടിസം ബാധിച്ചു, കിടപ്പിലായി, മനസ്സ് തെറ്റി, മാനസിക നില തെറ്റിയിട്ട് ഇതെന്റെ ആങ്ങളെയാണോ എന്ന് വരെ തിരിയാത്ത രൂപത്തിൽ ഒന്നുമല്ലാത്ത അവസ്ഥയില് കിടക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഓരോ ശ്വാസത്തിലും അൽഹംദുലില്ലാ പറയണ്ടേ. നമ്മള് ഒരുപാട് രോഗം നമ്മൾ കേൾക്കുക, ഡയാലിസിസ്. പറയാൻ എന്ത് ഈസിയാ പ്രിയമുള്ളവരെ, പറയാൻ വളരെ ഈസിയാ. പക്ഷെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്ന ദുരന്തോ താങ്ങാവുന്നതിലപ്പുറത്താ. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ വെള്ളം കാണുമ്പോൾ അല്ലാഹുവേ നമ്മൾ എത്ര വെള്ളം കുടിക്കുന്നേ. എന്നാൽ ഈ രോഗികൾ വീട്ടിൽ നിന്ന് ഈ അടുത്ത് ഞാനൊരു ക്ലാസ്, അതായത് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ എൻ്റെ പ്രോഗ്രാമിൽ വന്ന സഹോദരൻ എന്നോട് പറയാം, ടീച്ചറെ എങ്ങനെയെങ്കിലും ഒന്ന് ടൈം ഉണ്ടാക്കിയിട്ട് ടീച്ചർ എൻ്റെ വീട്ടിൽ വരാം. എനിക്ക് അവൾക്ക് നല്ല പരിചയം. നമ്മള് എന്താ കാര്യം, ഒന്ന് വന്ന് എൻ്റെ ഉമ്മാനോട് സംസാരിക്കണം. എനിക്കറിയാം അവൾ ഉമ്മ ഡയാലിസിസ് ചെയ്ത് കിടക്കുന്ന ഉമ്മയാണ്. ടീച്ചറെ ആങ്ങളുടെ വീട്ടിലാണ് ഉമ്മ, റോഡിന്റെ ഇപ്പുറത്താണ് എൻ്റെ വീട്. ഉമ്മ എൻ്റെ വീട്ടിൽ വരൂല. ഉമ്മക്ക് എന്നൊരു സങ്കടവും ഒരു ദേഷ്യവും ഇങ്ങനെ എന്തൊക്കെയോ. എന്താണ് ഉമ്മാന്റെ പ്രശ്നം നിനക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് ടീച്ചർ വാ, ഒന്ന് സംസാരിക്കുക. അവൾക്കറിയാം. വേദന കണ്ടപ്പോ എങ്ങനെയൊക്കെ ടൈം ഉണ്ടാക്കി ഈ ആഴ്ചക്കുള്ളിൽ തന്നെ പോണെന്ന് വിചാരിച്ചിട്ടൊന്ന് പോയി നോക്കിയതാ. പോയി നോക്കിയിട്ട് ഉമ്മാനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയാ, ഞാൻ പറഞ്ഞതെന്ന് ഉമ്മാക്ക് തോന്നാൻ പാടില്ലേ. ഇല്ല മോൾ, അങ്ങനെയൊന്നും തോന്നൂല. പോയി സംസാരിച്ച് നോക്കുമ്പോ ആ ഉമ്മ പറയാ, എന്നെ കൊണ്ട് എന്തൊരു കഷ്ടപ്പാടാ എൻ്റെ മക്കൾക്ക്. ഉമ്മമാർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂലേ. അതെ. എന്നിട്ട് പറയാ, ടീച്ചറെ ഞാൻ ഒന്ന് സെൻട്രൽ ഹാളിൽ ഇറങ്ങിയാൽ ടേബിൾ മേൽ വെച്ച് ജഗ്ഗും വെള്ളവും കാണുമ്പോൾ ഞാൻ അറിയാതെ കാണാതെ കട്ട് കുടിക്കും. എൻ്റെ ബാത്റൂമിലുള്ള ടോയ്ലറ്റൊക്കെ ലോക്ക് ചെയ്ത് തുണി വെച്ച് കെട്ടിയിട്ടുള്ളത്. ബാത്റൂമിൽ നിന്ന് ഞാൻ കട്ട് കുടിക്കുന്നതായിട്ട്. എന്നാലും എവിടെ തുള്ളി വെള്ളം കണ്ടാലും ഞാൻ കുടിച്ചു പോകും. എൻ്റെ മോളെ വീട്ടിലേക്ക് പോകുമ്പം റോഡിന്റെ സൈഡ് ഒരു ഓവുണ്ട്. ആ ഓവുന്ന് ഒഴുകുന്ന ചളിവെള്ളം, കച്ചറ വെള്ളം കാണുമ്പം വരെ ഞാൻ വിചാരിക്കും കോരി കുടിച്ചക്ക. നല്ല വെള്ളമൊന്നും മക്കൾ കുടിക്കാതിരുന്നില്ല. മക്കൾ കുടിക്കാൻ കൊടുക്കാത്തത് എന്തുകൊണ്ട്? ഉമ്മാനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ്. നമ്മൾ ഉമ്മ ബുദ്ധിമുട്ടുന്നത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷേ ഒരു ഉമ്മ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകാൻ ആശിക്കുമ്പം ആ ഡ്രെയിനേജിലൂടെ ഒഴുകുന്ന, ആ ഓടയിലൂടെ ഒഴുകുന്ന ചളിവെള്ളം, മാലിന്യമുള്ള വെള്ളം വരെ കോരിക്കുടിക്കണമെന്ന് ആശിച്ചു പോകുന്ന ഒരു ഉമ്മ. അതുകൊണ്ട് ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാറില്ല പൊന്നുമോളെ. പരാതി പറയാൻ പറ്റുമോ നമുക്ക്? എന്തേ ഉമ്മ എൻ്റെ വീട്ടിൽ വരാത്തത്? എന്തേ ഉമ്മ ഒന്ന് മുറ്റത്തിറങ്ങാത്തത്? എന്തേ ഉമ്മാക്ക് എൻ്റെ കൂടെ വന്നൊരു ദിവസം താമസിച്ചുകൂടെ? ഇതൊക്കെ നമുക്ക് പറയാൻ വളരെ എളുപ്പാ. പക്ഷേ പ്രിയമുള്ളവരെ, രോഗികൾ അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ട് കേട്ടോ, ഒരു വിഷമമുണ്ട്. അത് ആരതും നമ്മളിങ്ങനെ ഭ്രാന്തന്മാരൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും, ആ ഭ്രാന്ത. പറയാൻ എന്തൊരു എളുപ്പാണില്ലേ. ചില ഭ്രാന്തന്മാരെ കാണുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളിങ്ങനെ ചിരിക്കൂലേ? അതെ. എന്നാൽ നമ്മൾ ചിരിക്കുന്ന ഇതുപോലെയുള്ള ഒരു ചിരിയാണ്
അവരെ ഭ്രാന്തന്മാരാക്കിയത് എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. പടച്ചോനെ, ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവർ, അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷവും നഷ്ടപ്പെടുത്തിക്കൂടാ. ഞാനിവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട് എന്നതിന് അടയാളമായിട്ട് ഞങ്ങളൊക്കെ പ്രതിജ്ഞ ചെയ്തതാ പ്രിയമുള്ളവരെ. നമുക്കൊരു സ്ഥാനവും മാനവും കിട്ടിയിട്ടില്ലെങ്കിലും പടച്ച റബ്ബേ, ആരും നമ്മളെ പരിഗണിച്ചിട്ടില്ലെങ്കിലും മരിക്കുവോളം നാഥ MGM പ്രവർത്തിക്കും. പ്രതിജ്ഞയാ. മരിക്കുവോളം പടച്ച റബ്ബേ ഖുർആൻ പഠിപ്പിക്കും. മരിക്കുവോളം നാഥ നിരാരംഭര സംരക്ഷിക്കുന്ന ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ഇടപെടലുകൾ നടത്തും. മരിക്കുവോളം നാഥ സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കും. ഇത് പ്രതിജ്ഞയാ. എന്തിനാ MGM എന്തിനാ ഈ പ്രസ്ഥാനത്തിൽ പണിയെടുക്കുന്നതും പ്രവർത്തിക്കുന്നതും? നമ്മൾ മരിച്ച് കബറിൽ കിടക്കുമ്പോഴും നിങ്ങളെപ്പോലെയുള്ള നമ്മെ പോലുള്ള സ്ത്രീകൾ MGM പ്രവർത്തിക്കുമ്പം ആ MGM കർമ്മങ്ങൾ നമ്മൾ ഖബറിൽ കിടക്കുന്ന സമയത്തും നമ്മുടെ ഖബറുകളിലേക്ക് സ്വതക്കത്തും ജാരിയായി ഒഴുകിയെത്തണം. നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങള് നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോഴും ഇവിടെ നിന്ന് ആ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതിന്റെ പ്രതിഫലം വെള്ളമൊഴുകുന്നത് പോലെ നമ്മുടെ ഖബറിലേക്ക് കിട്ടണം. അപ്പോഴാണ് ഞാനിവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട് എന്നതിന് അടയാളം. ഈ ഒരു ഒരു കുഞ്ഞു ഹാള്, ഇവിടെ ഒരു ചിറക് നമ്മൾ കാണുക. ആ ചിറക് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പറയാണ് ഇത് തത്തമ്മയുടെ ചിറകാണ്, അല്ലെ? അതെ, ഇതൊരു പച്ചച്ചിറക്, തത്തമ്മയുടെ ചിറക്. ഒരു തത്തമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ആ തത്തമ്മയാണ് ഇവിടെ ഒരു ചിറകിട്ടേച്ചു പോയത്. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ഉമ്മയുടെ, ഇന്ന് വാപ്പയുടെ ഇത്രാമത്തെ മകളായി ഇന്ന് ഒരു പെൺകുട്ടി, ഇന്ന് ഒരു മകൾ, ഒരു പെണ്ണ്, ഒരു ഭാര്യ, ഒരു പെങ്ങള് ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ഇതാ ഒരു പച്ച ചിറകിട്ടേച്ചിട്ടാണ്. ആ പച്ച ചിറക് MGM ഇസ്ലാഹി പ്രസ്ഥാനത്തിലൂടെ പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നതിലൂടെ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കുന്നതിലൂടെ എന്റെ സാന്നിധ്യം എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ ഞാൻ ഉണ്ടായിരുന്നു എന്ന നിലയിൽ എന്റെ ആയുസ് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ പ്രിയമുള്ളവരെ നമ്മൾ ഭാഗ്യവാന്മാരാ. അതുകൊണ്ട് ഇന്നു മുതൽ തീരുമാനിക്കണം. 2 കാര്യം. സമയമില്ലേ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. തിരക്കാണ് എന്ന് ചോദിക്കുമ്പോ നമ്മൾ ഫ്രീയാ, ഒരു തിരക്കില്ല. ഇത് രണ്ടും പറയാൻ നമുക്ക് പറ്റണം. എന്ത് തിരക്ക്, എന്ത് തിരക്കാ! ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഇത് സ്വബാഹ അല്ലേ? രാവിലെ കണ്ടാ വൈകുന്നേരം പ്രതീക്ഷിക്കല്ലേ, വൈകുന്നേരം കണ്ടാൽ രാവിലെ പ്രതീക്ഷിക്കല്ലേ. നിസ്കരിക്കാൻ സ്വഫ് നിൽക്കുന്ന സമയത്ത് ളുഹർ നിസ്കരിക്കാൻ നിന്ന് നമ്മളോട് എന്താ റസൂൽ പറയുന്നത്? ഇത് നിന്റെ അവസാനത്തെ നിസ്കാരാണ്. സുബഹ് നിസ്കരിച്ച് നമ്മൾ അവസാനത്തെ നിസ്കാരം എന്ന് വിചാരിച്ച് നിസ്കരിച്ച നമ്മളെന്ത് തിരക്കില്ല പ്രിയമുള്ളവരെ? നമുക്കൊരു തിരക്കില്ല. നമുക്ക് സമയമില്ല എന്ന് പറയാൻ നമുക്ക് അധികാരവും അവകാശവും ഇല്ല. ഇന്ന് തന്നിട്ടുണ്ട് എങ്കിൽ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഹംദുലില്ലാഹ്, ഹംദുലില്ലാഹ്, വസുബ്ഹാനല്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹിൽ അലീം. ഇതൊക്കെ ഉരുവിട്ടുകൊണ്ട് പച്ചപിടിച്ച ദിക്റുകൾ ഉരുവിട്ട് പച്ചപിടിച്ച നാവിന്റെ ഉടമകളായി മരിച്ചു പോകാൻ നാഥ നീ നമ്മെ അനുഗ്രഹിക്കു തമ്പുരാനെ. നമ്മുടെ തെറ്റും കുറ്റവും പരിപൂർണമായി നീ നമുക്ക് പുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും നാഥ നീ ഉത്തരം നൽകി അനുഗ്രഹിക്കു തമ്പുരാനെ. അപകട മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, കയറിമുറിക്കുന്ന പരീക്ഷണങ്ങൾ, കോലം വികൃതമായി ദയനീയമായ നാളുകളോളം കിടന്ന് നരകിക്കുന്ന ജഹ്ദുൽ ബലാ പോലുള്ള എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹ് നീ നമ്മെ കാത്തുകൊള്ളണേ തമ്പുരാനെ. അള്ളാഹുവേ, പരിശുദ്ധ റമദാൻ നമ്മുടെ അടുത്തെത്തി. റഹ്മാനായ റബ്ബേ, നമ്മൾ ആരെയും റമദാൻ 1, 30 സമാധാനത്തിന്റെ പെരുന്നാൾ ഇതൊക്കെ കാണാൻ, അനുഭവിക്കാൻ നീ തൗഫീഖ് നൽകു തമ്പുരാനെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നോ ആരെയും നീ എണ്ണം കൊണ്ട് നീ കുറച്ച് കളയല്ല തമ്പുരാനെ. നാഥ, എന്നും നിന്റെ തൃപ്തിപ്പെട്ട അടിയാനായി ജീവിക്കാൻ നീ തൗഫീഖ് നൽകു തമ്പുരാനെ. എന്നും നമ്മുടെ പ്രാർത്ഥനകളും കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കും നാഥ. മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും ജന്നാത്തുൽ ഫിർദൗസ് നൽകു തമ്പുരാനെ. اللهم اغفر لنا وارحمنا وارضنا وتقبل منا وادخلنا الجنة ونجنا من النار يا رب العالمين. اللهم إنا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وسلم
ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم وأنت المستعان وعليك البلاء ولا حول ولا قوة إلا بالله اللهم اغفر لنا قبل الموت وارحمنا عند الموت ولا تؤذبنا بعد الموت ولا تحاسبنا عند الموت إنك على كل شيء قدير ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم